ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിലെ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് എ ബ്ലോക്ക് ഓഫ് കോഡ് ആസ് ലോങ് ആസ് എ ഗിവൺ കണ്ടീഷൻ ഈസ് ട്രൂ. അതായത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ആണെങ്കിൽ എന്താണ് റിപ്പീറ്റഡ്ലി ബ്ലോക്ക് ഓഫ് കോഡിനെ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടീഷൻ ഫാൾസ് ആവണ വരെ ഇങ്ങനെ എന്താണ് ബ്ലോക്ക് ഓഫ് കോഡിനെ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക അൺടിൽ കണ്ടീഷൻ ഫാൾസ് ആവണ വരെ. ഫാൾസ് ആവണ എപ്പോഴാണ് ഫാൾസ് ആവണേ? അപ്പൊ ഇത് ലൂപ്പിൽ നിന്ന് പുറത്തേട്ടാകും. അപ്പൊ അതാണ് റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യുക. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആസ് ലോങ് ആസ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇങ്ങനെ റിപ്പീറ്റഡ്ലി ബ്ലോക്ക് ഓഫ് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയും. ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് മീൻസ് ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് എക്സിക്യൂട്ട് ബ്ലോക്ക് ഓഫ് കോഡ് റിപ്പീറ്റ്ലി until a given condition become false. അതായത് ഫാൾസ് ആവണ വരെ, ഒരു കണ്ടീഷൻ ഫാൾസ് ആവണ വരെയും റിപ്പീറ്റഡ്ലി ബ്ലോക്ക് ഓഫ് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഐട്രേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു ലൂപ്പിംഗ്. ലൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ എന്നാണ് അർത്ഥം. ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ലൂപ്പ്. അപ്പൊ 5 ടൈപ്പ് ആണുള്ളത്. ഫസ്റ്റ് ഫോർ ലൂപ്പ് നമുക്ക് നോക്കാം. ലൂപ്പ് സ്റ്റേറ്റ്മെന്റിന്റെ ആദ്യത്തെ ടൈപ്പ് നമ്മൾ നോക്കണ ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് നമ്പർ ഓഫ് ടൈംസ് ബ്ലോക്ക് ഓഫ് കോഡിനെ റിപ്പീറ്റ് ചെയ്യുന്നു അൺടിൽ എ കണ്ടീഷൻ ബിക്കം ഫാൾസ്. അതായത് കണ്ടീഷൻ ഫാൾസ് ആവണ വരെ ഇങ്ങനെ ഒരു എത്ര നമ്പർ ഓഫ് ടൈംസ്, സ്പെസിഫിക് നമ്പർ ഓഫ് ടൈംസ് ബ്ലോക്ക് ഓഫ് കോഡിനെ റിപ്പീറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അതിന്റെ സിന്റാക്സ് നോക്കുവാണെങ്കിൽ ഫോർ ഇനീഷ്യലൈസേഷൻ കണ്ടീഷൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട്, ഇതാണ് ഇനീഷ്യലൈസേഷൻ ഉണ്ട്, പിന്നെ കണ്ടീഷൻ, പിന്നെ അപ്ഡേറ്റ്. കോഡ് ടു എക്സിക്യൂട്ട് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. അത് കഴിഞ്ഞിട്ട് ദി ലൂപ്പ് സ്റ്റാർട്ട്സ് ബൈ ഇനീഷ്യലൈസിങ് എ വേരിയബിൾ. വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. റൺ ഓൺലി വൺസ്, അത് ഒരു പ്രാവശ്യമാണ് റൺ ചെയ്യുന്നത്. ദെൻ ചെക്സ് ദ കണ്ടീഷൻ, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇഫ് ദ കണ്ടീഷൻ ഈസ് ട്രൂ, അതായത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇറ്റ് എക്സിക്യൂട്ട്സ് ദ കോഡ് ഇൻസൈഡ് ദ ബ്ലോക്ക്. അതായത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതായത് ഈ ഇതിനകത്തുള്ള കോഡിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. മനസ്സിലായോ? ഇൻസൈഡ് ദ ബ്ലോക്കിന്റെ ഉള്ളിലുള്ള കോഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ. അതായത് എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് സ്റ്റെപ്പ് പെർഫോം ചെയ്യുന്നു. അതായത് ലൈക്ക് ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ്. അതായത് എക്സിക്യൂഷൻ കഴിഞ്ഞ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താണ് ബ്ലോക്ക് ഓഫ് കോഡിനെ റൺ ചെയ്യുന്നു. എന്നിട്ട് ആഫ്റ്റർ എക്സിക്യൂഷൻ അപ്ഡേറ്റ് സ്റ്റെപ്പ് പെർഫോം ചെയ്യുന്നു. അത് ചിലപ്പോൾ ഇൻക്രിമെന്റോ അല്ലെങ്കിൽ ഡിക്രിമെന്റോ ആയിരിക്കും. പിന്നെ ഒന്നും കൂടി ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. This process repeats until the condition become false. കണ്ടീഷൻ ഫാൾസ് ആവണ വരെയും ഇത് ഈ പ്രോസസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതാണ് സിന്റാക്സ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ ലെറ്റ് i ഈക്വൽ ടു 1. ഇതാണ് ഇനിഷ്യലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു. i എന്ന് പറഞ്ഞ ഇതിന് വാല്യൂ അസൈൻ ചെയ്തു, വാല്യൂ ഇനിഷ്യലൈസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇത് ഒരു പ്രാവശ്യമാണ് ഇത് റൺ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഐന്റെ വാല്യൂ എന്താണ്? 1. 1 ലെസ് ദാൻ ഈക്വൽ ടു 3 ആണോ? ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ ഈ കോഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന, അതിന്റെ ഉള്ളിലത്തെ കോഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. കൺസോൾ ഡോട്ട് ലോഗ് ഐന്റെ വാല്യൂ എന്താണ്? 1. അപ്പൊ 1നെ പ്രിന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അപ്ഡേറ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നു. ഐനെ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഐന്റെ വാല്യൂ 1 ആയിരുന്നു, ഈ 1ന്റെ വാല്യൂ 2 ആയി മാറി. 1 ആയിട്ട് 2 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്യുന്നു. എന്നിട്ട് 2 എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു 3 ആണോ? 2 എന്ന് എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. 2 ലെസ് ദാൻ ഈക്വൽ ടു 3 ആണോ? ആണ്. അപ്പൊ കൺസോൾ ഡോട്ട് ലോഗ് 2 എന്ന് വന്നിട്ട് പ്രിന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാന്ന് വെച്ചാൽ ഐന്റെ വാല്യൂ 3 ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്യുന്നു. 3 ലെസ് ദാൻ ഈക്വൽ ടു 3
കൺസോൾ ഡോട്ട് ലോഗ് 3 എന്ന് വന്നിട്ട് പ്രിന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽ ലൂപ്പ് എന്നാണ് പറയുന്നത് ഡെഫിനിഷൻ. ഈ വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീപ്സ് റണ്ണിങ് എ ബ്ലോക്ക് ഓഫ് കോഡ് ആസ് ലോങ് ആസ് എ ഗിവൺ കണ്ടീഷൻ ട്രൂ. അതായത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബ്ലോക്ക് ഓഫ് കോഡിനെ ഇങ്ങനെ റണ്ണ് ചെയ്തോണ്ടേ ഇരിക്കും. അതിനെയാണ് നമ്മൾ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. അതായത് കണ്ടീഷൻ ട്രൂ, അതായത് ഫാസ്റ്റ് ലോങ് ആസ് കണ്ടീഷൻ ട്രൂ, അതായത് കണ്ടീഷൻ ട്രൂ ആയിരിക്കുമ്പോ നമ്മൾ ഈ ബ്ലോക്ക് ഓഫ് കോഡിനെ ഇങ്ങനെ റണ്ണ് ചെയ്തോണ്ടേ ഇരിക്കും. ഫാൾസ് ആവുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് പുറത്താവും. അപ്പൊ അതാണ് ഫാൾസ് ആവണ വരെയും ഇങ്ങനെ ബ്ലോക്ക് ഓഫ് കോഡിനെ ഇങ്ങനെ റണ്ണ് ചെയ്തോണ്ടേ ഇരിക്കും. അതാണ് ഡെഫിനേഷൻ എന്ന് പറഞ്ഞ വൈൽ ലൂപ്പ്. അപ്പൊ ഇത് ലൂപ്പ് ഫസ്റ്റ് കണ്ടീഷനെ ചെക്ക് ചെയ്യുന്നു, അത് ട്രൂ ആണെങ്കിൽ കോഡ് ഇൻസൈഡ് റൺസ്, അതായത് ഇതിനകത്തുള്ള കോഡ് റണ്ണ് ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ റണ്ണിങ്, അത് റണ്ണ് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ഇൻ അഗെയിൻ, ഒന്നുകൂടി കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ദിസ് റിപ്പീറ്റ്സ് അൺടിൽ ദ കണ്ടീഷൻ ബിക്കം ഫാൾസ്. അതായത് കണ്ടീഷൻ ഫാൾസ് ആവണ വരെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അറ്റ് വിച്ച് പോയിന്റ് ദ ലൂപ്പ് സ്റ്റോപ്സ്. അപ്പൊ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യുന്നു. ആണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ കോഡിനെ റൺ ചെയ്യുന്നു. ഒന്നും കൂടി കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അൺടിൽ കണ്ടീഷൻ ഫാൾസ് ആവണ വരെയും ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യുന്നു. ലെറ്റ് കൗണ്ട് ഈസ്ക്വൽ ടു 1, കൗണ്ട് 1 എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. വൈൽ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലെസ് ദാൻ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് 1 ലെസ് ദാൻ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ആണോ, ട്രൂ ആണെങ്കിൽ അതിന്റെ ഉള്ളിലത്തെ കണ്ടീഷൻ, അപ്പൊ ഇത് ട്രൂ ആണ്. അപ്പൊ എന്നാ കൺസോൾ ഡോട്ട് ലോഗ് കൗണ്ട് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ 1 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുന്നു. പിന്നെ കൗണ്ടിന് ഇൻക്രിമെന്റ് ചെയ്യുന്നു. കൗണ്ടിന്റെ വാല്യൂ 1 ആയിരുന്നു, അത് 2 ആയിട്ട് മാറുന്നു. ഇനി എന്നാന്ന് വെച്ചാൽ ഒന്നും കൂടി കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. 2 ലെസ് ദാൻ ഈക്വൽ ടു 3 ആണോ, 2 ലെസ് ദാൻ ഈക്വൽ ടു 3 ട്രൂ ആണ്. അപ്പൊ കൺസോൾ ഡോട്ട് ലോഗ് കൗണ്ട് 2 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുന്നു. പിന്നെ എന്നാന്ന് വെച്ചാൽ 3 ആണ്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ ഈക്വൽ ടു 3 ആണോ, അത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കൺസോൾ ഡോട്ട് ലോഗ് 3 കൗണ്ട് 3 എന്ന് പറഞ്ഞു വരുന്നു. 1 2 3 എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ 1 2 3 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് 3 എണ്ണാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി എന്നാന്ന് വെച്ചാൽ ഡു വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള, അപ്പൊ ഇതാണ് നമ്മൾ വൈലിനകത്ത് നമ്മൾ എക്സാമ്പിൾ നോക്കിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നാന്ന് വെച്ചാൽ ഡു വൈൽ ലൂപ്പാണ്. ഡു വൈൽ ലൂപ്പിനകത്ത് എന്നാന്ന് വെച്ചാൽ റൺസ് ദ കോഡ് ബ്ലോക്ക് അറ്റ്ലീസ്റ്റ് വൺസ്, ഒരു പ്രാവശ്യമെങ്കിലും എന്താണ് കോഡ് ബ്ലോക്കിനെ റണ്ണ് ചെയ്തിരിക്കും. അതാണ് ഡു വൈൽ ലൂപ്പിന്റെ പ്രത്യേകത. അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും കോഡ് ബ്ലോക്കിനെ റണ്ണ് ചെയ്യും. ദെൻ റിപ്പീറ്റ്സ് ആസ് ലോങ് ആസ് ദ കണ്ടീഷൻ ഈസ് ട്രൂ. അതായത് കണ്ടീഷൻ ട്രൂ ഫാൾസ് ആവണ വരെയും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടേ ഇരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യം, ഡൂയിനകത്ത് കണ്ടീഷൻ ഇല്ല, അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും റണ്ണ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതാണ് ദെൻ റിപ്പീറ്റ്സ് ആസ് ലോങ്, കണ്ടീഷൻ ഫാൾസ് ആവണ വരെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടേ ഇരിക്കും. ഫോർ എക്സാമ്പിൾ സിൻടാക്സ് നോക്കുവാണെങ്കിൽ ഡൂയിനകത്ത് കണ്ടീഷൻ ഇല്ല, ബ്ലോക്ക് ഓഫ് കോഡിനെ ഒരു പ്രാവശ്യം റൺ ചെയ്യും, എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ട്രൂ ആണെങ്കിൽ ഒന്നും കൂടി എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെയാണ് കണ്ടീഷൻ ഫാൾസ് ആവണ വരെ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ദ ലൂപ്പ് ഫസ്റ്റ് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. കണ്ടീഷൻ ചെക്ക് ആദ്യമേ കണ്ടീഷൻ ചെക്ക് ചെയ്യാതെ തന്നെ കോഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. എക്സിക്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടീഷൻ വയലിനകത്തുള്ള കണ്ടീഷനെ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒന്നും കൂടി റണ്ണ് ചെയ്യുന്നു. ദിസ് കണ്ടിന്യൂസ് അൺടിൽ ദ കണ്ടീഷൻ ബിക്കം ഫാൾസ്. കണ്ടീഷൻ ഫാൾസ് ആവണ വരെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ലെറ്റ് നം ഈസ്ക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് വേരിയബിള് ഡിക്ലെയർ അസൈൻ ചെയ്യുന്നു. ഡു അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോട്ട് ലോഗ് നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ഇങ്ങനെ ആദ്യം തന്നെ
ഈ രണ്ട് കണ്ടീഷൻ എന്താണ് ആദ്യമേ എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മിന്റെ വാല്യൂ 1 ആയിരുന്നു, അത് 2 ആയിട്ട് മാറുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. 2 ലെസ് ദാൻ ഈക്വൽ ടു 3 ആണോ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അപ്പൊ അത് ട്രൂ ആണ്. അത് കാരണം എന്നാ ഒന്നുകൂടി ഡൂവിനകത്തുള്ള കോഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന കൺസോൾ ഡോട്ട് ലോഗ് നം2 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുന്നു. നം2 എന്ന് പറയുന്നത് ഇൻക്രിമെന്റ് ചെയ്യുന്നു 3. വൈൽ നം3 ആയി. 3 ലെസ് ദാൻ ഈക്വൽ ടു 3 ആണോ? 3 കൺസോൾ ഡോട്ട് ലോഗ് 3 എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യുന്നു. നം4 ആയി. 4 ലെസ് ദാൻ ഈക്വൽ ടു 3 ആണോ? അല്ല, ഫാൾസ് ആണ്. അപ്പൊ നമ്മള് ഫോർ ഇൻ ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. മനസ്സിലായോ ഡെഫിനിഷൻ? അപ്പൊ അതാണ് നമ്മൾ ഡു വൈൽ ലൂപ്പിനെ കുറിച്ച് പഠിക്കുന്നത്. ഇനി നമുക്ക് ഫോർ ഇൻ ലൂപ്പ് നമുക്ക് നോക്കാം. ഫോർ ഇൻ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നാന്ന് വെച്ചാൽ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഓവർ ദി കീസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് എടുക്കുവാണെങ്കിൽ ആ ഒബ്ജക്റ്റിനകത്തുള്ള കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി നെയിംസ് ആണ്. അപ്പൊ പ്രോപ്പർട്ടി നെയിംസിലേക്കൂടെ ഐട്രേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഫോർ ഇൻ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കീസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി നെയിംസ് ഈ കൂടി ആയിരിക്കും ഐട്രേറ്റ് ചെയ്യുന്നത്. അതിന്റെ സിൻടാക്സ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ for key in object code using key, the loop takes the first key from the object and runs the code block using that key. ഒബ്ജക്റ്റിനകത്തുള്ള ഫസ്റ്റ് കീനെ എടുക്കുന്നു. എന്നിട്ട് കോഡ് ബ്ലോക്ക് ആ കീനെ എന്താ കോഡ് ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. ആ കീ വെച്ചിട്ട് ആ കോഡ് ബ്ലോക്കിനെ റണ്ണ് ചെയ്യുന്നു. അതാണ് ഒബ്ജക്റ്റിൽ നിന്ന് ഫസ്റ്റ് കീനെ എടുത്തിട്ട് ആ കീ വെച്ചിട്ട് ആ കോഡ് ബ്ലോക്കിനെ റണ്ണ് ചെയ്യുന്നു. ദെൻ ഇറ്റ് മൂവ്സ് ടു ദ നെക്സ്റ്റ് കീ, അടുത്ത കീയിലേക്ക് പോകുന്നു. റിപ്പീറ്റിംഗ് ദ പ്രോസസ് അൺടിൽ ഓൾ കീസ് ആർ കവേർഡ്. എല്ലാ കീസും കവർ ആവണ വരെ ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് നമ്മൾക്ക് അതൊന്ന് നോക്കാം. ലെറ്റ് ഒബ്ജക്റ്റ് ഈക്വൽ ടു എ. ഇത് എ എന്ന് പറഞ്ഞ കീ ആണ്, ഇതിന്റെ വാല്യൂ ആണ് 1. കെ ബി 2. ലെറ്റ് കീ ഇൻ ഒബ്ജക്റ്റ്. കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ്. എ ഇൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കൺസോൾ ഡോട്ട് ലോഗ് കീ ഒബ്ജക്റ്റ് ഓഫ് കീ. അപ്പൊ അതിന് റിപ്പീറ്റ് ആ കീ വെച്ചിട്ട് എന്താണ് കോഡിനെ റണ്ണ് ചെയ്യുന്നു. കൺസോൾ ഡോട്ട് ലോഗ് കീ എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. ഒബ്ജക്റ്റ് ഓഫ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. ബി എന്താ കൺസോൾ ഡോട്ട് ലോഗ് പിന്നെ എന്നാന്ന് വെച്ചാൽ അടുത്ത കീയിലേക്ക് പോകുന്നു. ഫോർ ലെറ്റ് കീ ഇൻ ഒബ്ജക്റ്റ്. ഇത് റണ്ണ് ഇത് കൺസോളിൽ പ്രിന്റ് ചെയ്തിട്ട് ആദ്യത്തെ കീ ഏതാ? എ ആണ്. എനെ പ്രിന്റ് ചെയ്യുന്നു. എന്നിട്ട് ഒബ്ജക്റ്റ് ഓഫ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഓഫ് കീന്റെ വാല്യൂ എ ആണ്. അപ്പൊ എന്റെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ അത് A1 എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുന്നു. പിന്നെ അടുത്തത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കീയിലേക്ക് വരുന്നു. കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ആയി. ബി ഇൻ ഒബ്ജക്റ്റ്. അപ്പൊ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസോൾ ഡോട്ട് ലോഗ് അപ്പൊ കീ എന്ന് പറഞ്ഞാൽ ബി ആണ്. ബി ഒബ്ജക്റ്റ് ഓഫ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്ന് പറഞ്ഞു B2 എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യുന്നു. അതാണ് നമ്മൾ രണ്ടെണ്ണം. പിന്നെ ഫോർ ഓഫ് ലൂപ്പ് നമുക്ക് നോക്കാം. ഫോർ ഓഫ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐട്രേറ്റ്സ് ഓവർ ദി വാല്യൂസ് over the values of an iterable object like an array, string or set. The values of an iterable object like an array, string or set എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റിനകത്തുള്ള വാല്യൂസ്, അതായത് അറേസ്, സ്ട്രിങ്സ് അല്ലെങ്കിൽ സെറ്റ് ഉണ്ടാവുമല്ലോ, അതൊക്കെയാണ് ഐട്രബിൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഐട്രബിൾ ഒബ്ജക്റ്റിന്റെ വാല്യൂസിലേക്കൂടെ ഐട്രേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഫോർ ഓഫ് ലൂപ്പ് എന്ന് ഉപയോഗിക്കുന്നത്. നമുക്ക് അതിന്റെ സിൻടാക്സ് നോക്കുവാണെങ്കിൽ ഫോർ വാല്യൂ ഓഫ് ഐട്രബിൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേ, സ്ട്രിങ് അല്ലെങ്കിൽ സെറ്റ്, അതിന്റെ
വാല്യൂ ഓരോന്നായിട്ട് കൂടെ ഐട്രേറ്റ് ചെയ്യുന്നു. ഫോർ വാല്യൂ ഓഫ് ഐട്രബിൾ കോഡ് യൂസിങ് വാല്യൂ. The loop takes the first value from the iterable. iterableൽ നിന്ന് ഫസ്റ്റ് വാല്യൂവിനെ എടുക്കുന്നു and assumes the code block with that value. അപ്പൊ iterableലെ ഫസ്റ്റ് വാല്യൂവിനെ എടുത്തിട്ട് ആ കോഡ് ബ്ലോക്കിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ വാല്യൂ വെച്ചിട്ട് കോഡ് ബ്ലോക്കിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത വാല്യൂവിനെ എടുക്കുന്നു, അടുത്ത വാല്യൂവിനെ എടുക്കുന്നു ആൻഡ് റിപ്പീറ്റ്സ് ദിസ് until all values have been processed. എല്ലാ വാല്യൂസും കഴിയണ വരെയും പ്രോസസ്സ് ചെയ്ത് കഴിയണ വരെയും ഈ എല്ലാ വാല്യൂയിലേക്കൂടെയും ഐട്രേറ്റ് ചെയ്യുന്നു. For example, let array is equal to a b എന്ന് പറഞ്ഞിട്ട് അറേനകത്ത് രണ്ട് വാല്യൂസ് ഉണ്ട്, a എന്ന് പറഞ്ഞ് രണ്ട് എലമെന്റ്സ് ആണുള്ളത്. അപ്പൊ ആ വാല്യൂയിലേക്കൂടെ ഐട്രേറ്റ് ചെയ്യുന്നു. ഫോർ ലെറ്റ് വാല്യൂ ഓഫ് അറേ, അറേ എന്ന് പറഞ്ഞ ഐട്രബിളിൽ ത്തുള്ള ആദ്യത്തെ വാല്യൂവിനെ എടുക്കുന്നു, അതായത് a ആണ്. ഫോർ ലെറ്റ് വാല്യൂ ഓഫ് അറേനകത്തുള്ള ആ അറേനകത്തുള്ള ആദ്യത്തെ വാല്യൂവിനെ എടുക്കുന്നു, അത് a ആണ്. എന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ആ വാല്യൂവിനെ അസോസിയേറ്റഡ് ആയിട്ടുള്ള കോഡിനെ ആ വാല്യൂ വെച്ചിട്ട് കോഡിനെ റൺ ചെയ്യുന്നു. അപ്പൊ a ഔട്ട്പുട്ട് ചെയ്യുന്നു വന്നിട്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത വാല്യൂ അറേനകത്തുള്ള അടുത്ത വാല്യൂ b ആണ്. അപ്പൊ ആ ബി ഓഫ് അറേ എടുത്തിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ബിനെയും പ്രിന്റ് ചെയ്യുന്നു. പിന്നെ അറേനകത്ത് വാല്യൂസ് ഇല്ല. ഇതാണ് ഫോർ ഓഫ് ലൂപ്പ്. അപ്പൊ ഇത് ഫുൾ വാല്യൂസ് പ്രോസസ് ചെയ്യണ വരെ ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. ഇതാണ് ഫോർ ഓഫ് ലൂപ്പ്.